Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇടിച്ചക്ക വെച്ചിട്ട് തോരനാട്ടോ. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ചക്ക വേവിച്ചെടുക്കുന്ന ഒരു താമസമേ ഉള്ളൂ. ഇടിച്ചക്ക എങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ഇതിന് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് വേണം ഈ ചക്ക എങ്ങനെയാണ് തോരൻ വെക്കുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഇടിച്ചക്ക വേവിച്ചെടുത്തത്. ഇനി ഇതിന് അരപ്പിന് വേണ്ട സാധനങ്ങൾ കേട്ടോ. തേങ്ങ 1 കപ്പ്, ഒരു ചെറിയ ഉള്ളി, ഒരു വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, പച്ചമുളക് 2 എണ്ണം, ഒരു നുള്ളി ജീരകം, ഒരു നുള്ളി മഞ്ഞൾപ്പൊടി. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. അധികം വെള്ളം ഒഴിക്കാതെ വേണം കേട്ടോ ചതച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വെക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് 1/4 ടീസ്പൂൺ കടുക്, ഒരു ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, ഒരു വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് ചേർത്തേക്കുന്ന ഉള്ളി ഒരു ചെറിയ ബ്രൗൺ കളർ ആവണം. ആയിട്ടുണ്ട്. ഇതിലേക്ക് അരച്ചു വെച്ചേക്കുന്ന അരപ്പ് ചേർക്കാം. ഉപ്പ്, ചക്ക വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. വെറുതെ വെള്ളം ഒഴിച്ചാൽ വേവിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ഒഴിച്ച് വെച്ചാൽ മതി. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചേർത്തേക്കുന്ന ഈ മസാലയെല്ലാം ചക്കയിലൊന്ന് പിടിച്ചു വരണം. അത്രയും മാത്രം വെള്ളം ചേർത്ത് വെച്ചാൽ മതി. വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ പിടിക്കത്തില്ലല്ലോ. ഉപ്പൊന്നും ചക്കയിൽ കയറി പിടിക്കത്തില്ല. ചക്ക ഓൾറെഡി വെന്തതാണ്, അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം 1/4 കപ്പ് വെള്ളം ഇല്ല കേട്ടോ, അതിനേക്കാളും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്തേക്കുന്ന ഉപ്പ് എരിവൊക്കെ ചക്കയിൽ പിടിക്കാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചേക്കണ ചക്ക ചേർക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചേർത്തേക്കുന്ന ആ എരിവും ഉപ്പും ഒക്കെ ചക്കയിലൊന്ന് പിടിച്ചു വരണം. അതുപോലെ ആ വെള്ളവും ഒന്ന് വറ്റി വരണം കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കണേണ്. ഇങ്ങനെ അടച്ചു വെക്കാതാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ചേർത്തേക്കുന്ന അരപ്പൊക്കെ ചക്കയിൽ നന്നായിട്ട് പിടിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായി നോക്കാം. ഇതിലേക്ക് ഒഴിച്ചേക്കുന്ന വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അതുപോലെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചോ നോക്കട്ടെ. അത് അരച്ചേർത്തേക്കുന്ന എല്ലാ മസാലയും ചക്കയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലതായിട്ട് ഉലർന്നു വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് വെള്ളമൊക്കെ വറ്റിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലിട്ട് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക തോരനാട്ടോ ഇത്. നമുക്കത് എളുപ്പമല്ലേ. ഞാൻ ഇടിച്ചക്ക എങ്ങനെയാണ് വേവിക്കുക എന്നുള്ളത് ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അത് ഇടിച്ചക്ക വേവിക്കുന്നത് കാണിക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇടിച്ചക്ക തോരൻ. അപ്പോൾ ഇതുപോലെ നമുക്കൊരു ഇടിച്ചക്കൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. നല്ല ടേസ്റ്റാണ് ഇടിച്ചക്ക തോരൻ. അതുപോലെ ഒത്തിരി ഹെൽത്തിയുമാണ് കേട്ടോ. ഇപ്പോൾ ഇടിച്ചക്കൊക്കെ ഒത്തിരി കിട്ടുന്ന ഒരു സീസണാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്